ഹായ്, എല്ലാവർക്കും SCRT സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ PYQ സെക്ഷനിൽ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 158/2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളം ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്, കൂടെ ഇരുന്ന് കഴുത്തറുക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? കൂടെ ഇരുന്ന് കഴുത്തറുക്കുക എന്നത് അടുത്തുകൂടി ചതിക്കുക എന്നാണ്. അടുത്തുകൂടി ചതിക്കുക എന്നാണ് കൂടെ ഇരുന്ന് കഴുത്തറുക്കുക എന്നതിൻ്റെ ശൈലിൻ്റെ മീനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, എറൗണ്ട് ദി കോർണർ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? എറൗണ്ട് ദി കോർണർ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ വായിക്കുക. അടുത്തു വരിക, തല കറങ്ങുക, അരികിലാക്കുക. ഉത്തരമില്ല. ആൻസർ ഇതിൽ ഉത്തരം കൊടുത്തിട്ടില്ല കേട്ടോ. കറക്റ്റ് മീനിങ് വരുന്നത് എറൗണ്ട് ദി കോർണർ എന്നതിൻ്റെ അർത്ഥം വളരെ അടുത്ത് എന്നാണ്. വളരെ അടുത്ത് എന്നാണ് എറൗണ്ട് ദി കോർണറിന് മീനിങ്. പ്രസംഗിക്കുന്നയാൾ എന്നതിനുള്ള ശരിയായ പദം തിരഞ്ഞെടുക്കുക. പ്രസംഗിക്കുന്നയാൾ എന്നതിനുള്ള ശരിയായ പദം എന്താ? പ്രസംഗകൻ. പ്രസംഗകൻ എന്നാണ്. പ്രസംഗിക്കുന്നയാൾ എന്നതിനുള്ള ശരിയായ പദം എന്താണ്? പ്രസംഗകൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, തണുപ്പുണ്ട് എന്നത് പിരിച്ചെഴുതിയാൽ എങ്ങനെയാ? തണുപ്പുണ്ട് എന്നത് പിരിച്ചെഴുതിയാൽ തണുപ്പ് പ്ലസ് ഉണ്ട്. തണുപ്പ് പ്ലസ് ഉണ്ടാണ്. തണുപ്പുണ്ട് എന്നുള്ളത് പിരിച്ചെഴുതിയാൽ തണുപ്പ് പ്ലസ് ഉണ്ട് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, പെരും പ്ലസ് പറ ചേർത്തെഴുതിയാൽ കിട്ടുന്നത് എങ്ങനെ? പെരും പ്ലസ് പറ ചേർത്തെഴുതിയാൽ കിട്ടുന്നത് പെരുമ്പറ. പെരുമ്പറ എന്നാണ്. പെരും പ്ലസ് പറ ചേർത്തെഴുതിയാൽ പെരുമ്പറ. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണെന്ന്? ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഓപ്ഷൻ വായിക്കാം. ധരണി, വസുധ, മേദിനി, ജനിത്രി. ഇതിലേതാണ്? ജനിത്രിയാണ്. ജനിത്രി എന്നുള്ളത് മീനിങ് എന്താ? ജനിത്രി അമ്മ. അമ്മന്റെ പര്യായമാണ് ജനിത്രി. ജനയിത്രി, ജനനി, അംബ, പ്രസു, അതൊക്കെ അമ്മ എന്ന വാക്കിന്റെ പര്യായ പദങ്ങളാണ്. ജനിത്രി, ജനയിത്രി, ജനനി, അംബ, പ്രസു. ഭൂമിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ധരണി, വസുധ, മേദിനി. ധരണി, വസുധ, മേദിനി അതൊക്കെ ഭൂമിയുടെ പര്യായ പദങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിപരീത പദം എഴുതുക. വിവൃതം, വിപരീതം എന്താ? വിവൃതം, സംവൃതം. വിവൃതം വിപരീതം എന്താണ്? സംവൃതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒറ്റപദമാക്കുക. എല്ലാ ജനങ്ങൾക്കും ബാധകമായ. എല്ലാ ജനങ്ങൾക്കും ബാധകമായ എന്നുള്ളതിന്റെ ഒറ്റപദം എന്താ? സർവജനീയം. സർവജനീയം എന്നാണ്. എല്ലാ ജനങ്ങൾക്കും ബാധകമായ എന്ന വാക്കിന്റെ ഒറ്റപദമാണ് സർവജനീയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എതിർലിംഗം എഴുതുക. യാത്രികൻ. യാത്രികന്റെ എതിർലിംഗം എന്താ? ഇതിൽ ഉത്തരം കൊടുത്തിട്ടില്ല. ഓപ്ഷൻ ഉള്ളത് യാത്രിക, യാത്രക, യാത്രകി. കറക്റ്റ് ആൻസർ വരുന്നത് യാത്രികി എന്നാട്ടോ. യാത്രികന്റെ എതിർലിംഗമാണ് യാത്രികി. യാത്രികൻ, യാത്രികി. യാത്രികൻ, യാത്രികി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തെറ്റില്ലാത്ത വാക്യം തെരഞ്ഞെടുത്തെഴുതുക. ഗർഭിണിയായ അവന്റെ ഭാര്യയെ ആശുപത്രിയിലാക്കി. 10ാം ക്ലാസ് പരീക്ഷയുടെ വിജയശതമാനം 95ആണ്. ഏകദേശം 358 പേർ യോഗത്തിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറി.